വഖഫ് വിഷയത്തിൽ പ്രതികരിക്കാൻ KCBC വക്താവ് ഫാദർ തോമസ് തറയിൽ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നു. രാഗിന്റെ കൂടെയാണ് ചേരുന്നത്. വിശദാംശങ്ങൾ രാഗിനോടൊപ്പം പങ്കുവയ്ക്കും. രാഗിൻ, ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? അടുത്ത ദിവസം പാർലമെന്റിൽ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് വരാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നത്. KCBC വക്താവാണ്. എല്ലാ MP-മാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്, വരും ദിവസങ്ങളിൽ വരാൻ പോവുകയാണ്. എങ്ങനെയാണ് KCBC ഇതിനെ നോക്കിക്കാണുന്നത്? എന്തായാലും ആ ഒരു നിലപാട് KCBC മുന്നോട്ട് വെച്ച നിലപാട് അംഗീകരിക്കണം എന്നതാണ് മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും KCBCയുടെ ഈ നിലപാട് ഒരു പുതിയ നിലപാടല്ല. മുൻപ് കൂട്ടി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മുനമ്പം വിഷയം ഉയർന്നു വന്ന നാളുകളിൽ തന്നെ എന്തുകൊണ്ട് ഈ മുനമ്പം വിഷയം ഉണ്ടായി, എങ്ങനെ ഈ മുനമ്പം വിഷയം ഉണ്ടായി എന്നുള്ളത് നമ്മൾ പഠിക്കുകയും ഇങ്ങനെയുള്ള നിയമ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ചില വകുപ്പുകൾ ഈ വഖഫ് നിയമത്തിലുള്ളത് കൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് റീസൺ ടു ബിലീവ്, അത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നാൻ ഒരു കാരണം അവർക്കുണ്ടെങ്കിൽ അത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പ്രഖ്യാപിക്കാം. അത് ഒരു സാമാന്യ രീതിക്ക് പോലും വിരുദ്ധമല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള വകുപ്പുകൾ. അല്ലാണ്ട് വഖഫ് നിയമത്തെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ മതപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വഖഫ് നിയമങ്ങളിലൊന്നും നമ്മൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അന്തിമ തീരുമാനമെടുക്കാൻ സമയമായി രാഷ്ട്രീയ പാർട്ടികൾ. എത്രയും വേഗം അത് ഉണ്ടാകണമെന്നാണോ പറയുന്നത്? പ്രത്യേകിച്ചും ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ഇന്ത്യ സഖ്യമൊക്കെ ആണെങ്കിൽ തന്നെ നേരത്തെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ആണല്ലോ നമ്മളുടെ ഇന്ത്യയിലെ ഏതൊരു പൗരന്റെയും അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു നിയമ ഭേദഗതിയിലൂടെ മുനമ്പത്ത് മാത്രമല്ല, ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ആ വിഷയങ്ങൾ പരിഹരിക്കാനായിട്ട് നിർണായകമായ ഒരു ചുവടുവയ്പ് ഇന്ത്യൻ പാർലമെന്റ് നടത്താൻ പോവുകയാണ്. അവിടെ നിയമപരമായ ഈ മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തീരുമാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുക്കണമെന്നതാണ് നമ്മുടെ ആവശ്യം. ഇപ്പോഴൊരു വ്യക്തത അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുത്തിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ തന്നെ JPCയിൽ ഇത് കൃത്യമായി തന്നെ വന്നിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല എന്നൊക്കെയുള്ള നിലപാടാണ് അവർ പറയുന്നത്. അപ്പോൾ കോൺഗ്രസിനോടൊക്കെ ആവശ്യപ്പെടാൻ എന്താണ്? നേരത്തെ ഈ മുനമ്പത്തെ വിഷയമടക്കം ശക്തമായി സഭയും KCBCയും ഒക്കെ ഉയർത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിൽ ഇപ്പോഴും തീരുമാനം ഈ രണ്ട് ക്ലോസുകൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സാമാന്യ നീതിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പോലും തീരുമാനമെടുക്കാൻ വൈകുന്നതിൽ ഒരു അമർഷമില്ലേ? തീർച്ചയായിട്ടും. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഒന്ന്, അവർ ഈ ബില്ല് ശരിയായിട്ട് പഠിക്കണം. ഈ ബില്ലിൽ ഏതൊക്കെ വ്യവസ്ഥകളാണ് അമെൻഡ് ചെയ്യണമെന്ന് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, വഖഫ് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ട്രൈബ്യൂണലുണ്ട്. ആ ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുക. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ സിവിൽ കോടതികൾക്കൊന്നും ആ വിധിയിൽ ഇടപെടാനായിട്ട് പോലും സാധിക്കത്തില്ല. നേരത്തെ ഈ ഫ്രാൻസിസ് ജോർജ് അടക്കം ചില നിലപാടുകൾ മുനമ്പത്ത് വന്ന് പറയുകയും പിന്നീട് അദ്ദേഹത്തിന് മലക്കം പറയുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. മാത്രമല്ല, മുസ്ലിം ലീഗ് ഉൾപ്പെടെ കടുത്ത നിലപാടാണ്. ഇതിൽ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ അല്ലെങ്കിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മുസ്ലിം സമുദായം മൊത്തത്തിൽ ഇതിന് അനുകൂലമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം മുസ്ലിം സമുദായത്തിൽ തന്നെയും വിവിധ പ്രസ്ഥാനങ്ങൾ ഈ അമെൻമെന്റിനെ അനുകൂലിക്കുന്നവരുണ്ട്. പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ അവരെ എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നു നമുക്കറിയില്ല. ഫ്രാൻസിസ് ജോർജ് ആണെങ്കിലും ഈ മറ്റ് നമ്മുടെ MP-മാരും MLA-മാരും ഒക്കെ മുനമ്പത്ത് വരുമ്പോൾ അവരോട് കൂടെയാണെന്ന് പറയും. എങ്ങനെയാണ് കൂടെ നിൽക്കുന്നത്? അവരുടെ പ്രശ്നം പരിഹരിക്കാതെ എങ്ങനെയാണ് കൂടെ നിൽക്കുന്നതെന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള കൃത്യമായ ഒരു സൊല്യൂഷൻ ഇവർ പറയട്ടെ. ഇരട്ടത്താപ്പാണെന്നാണോ ആക്ഷേപം ഈ ഇത്തരത്തിലുള്ള കോൺഗ്രസും ഒക്കെ സ്വീകരിക്കുന്നത്? നമ്മൾ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഈ ജനത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഇവർ സന്നദ്ധരാണെന്നുണ്ടെങ്കിൽ ഈ ബില്ലിനെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വ്യവസ്ഥകൾ അത് വ്യവച്ഛേദിക്കണം. നമ്മൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത്, പരിപൂർണമായിട്ട് ഈ ബില്ല് അങ്ങ് പാസ്സാക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. ഈ പാർലമെന്റിൽ വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഒക്കെ ആണെങ്കിലും ഈ ക്ലോസുകൾ മുൻനിർത്തിക്കൊണ്ട് അതിനെ അനുകൂലിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ തിക്തഫലം അവർ അനുഭവിക്കേണ്ടി വരും എന്ന നിലപാടാണോ? അത് തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. കാരണം അനുഭവിക്കേണ്ടി വരും. ഒരു ജനതയുടെ പ്രശ്നമാണത്. അത് KCBCയോ അല്ലെങ്കിൽ മെത്രാന്മാരോ ഒന്നും അല്ല തീരുമാനമെടുക്കുന്നത്. അത് ജനങ്ങൾ തീരുമാനമെടുക്കും. കാരണം ജനങ്ങൾ അതിന് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനതയാണ് അവിടെ ഉള്ളത്. ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിനൊക്കെ അതീതമായി ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഉചിതമായ തീരുമാനം എടുക്കണം ഇത് എന്നാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും. കോൺഗ്രസ് മാത്രമല്ല, ഈവൻ മുസ്ലിം ലീഗിനോട് പോലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗുമായിട്ട് നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിന്റെ നേതാക്കന്മാരായിട്ട് നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അവർക്കും ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നല്ല മനസ്സുള്ള ജനത്തോട് പ്രതിബദ്ധതയുള്ള എല്ലാവർക്കും ഇതിന്റെ വസ്തുതകൾ ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് രാജ്യഗ്രാഹ്യ ബുദ്ധിയോടുകൂടി ഈ വ്യവസ്ഥകൾ ഓരോന്നും എടുത്ത് പാർലമെന്റിൽ ബില്ല് വരുമ്പോഴത്തേക്ക് ഓരോ ക്ലോസ് ബൈ ക്ലോസ് ആയിട്ടാണല്ലോ ചർച്ച വരുന്നത്. അപ്പോൾ അനുകൂലിക്കേണ്ടതിനെ അനുകൂലിക്കുക,
എതിർക്കേണ്ടതിനെ എതിർക്കുക. അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ നിർമ്മല സീതാരാമൻ, കിരൺ റിജിജു ഇവരൊക്കെ KCBCയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, നമുക്കിതിനകത്ത് രാഷ്ട്രീയമില്ല, നമ്മൾ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം മറ്റു ചിലർ ചോദിക്കുന്നുണ്ട് BJPയുടെ നയങ്ങളെല്ലാം അനുകൂലിക്കുകയാണോ ഇതുകൊണ്ട്. അങ്ങനെയൊന്നുമില്ല, നമുക്കിതിനകത്ത് രാഷ്ട്രീയമേ ഇല്ല. നമ്മൾ ജനപക്ഷത്ത് നിൽക്കുന്നു. ഈ അടിച്ചമർത്തപ്പെട്ട ജനം, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനം, ആ ജനത്തിന്റെ അവകാശങ്ങൾക്ക് ആ അവകാശങ്ങൾ അവർക്ക് ലഭ്യമാകത്തക്ക രീതിയിലുള്ള നടപടി ഉണ്ടാകും. എന്നാലും ഇപ്പോൾ KCBC മുന്നോട്ട് വെച്ചൊരു ആഹ്വാനമാണ് കേരളത്തിലെ എല്ലാ MP-മാരുടെ കാര്യത്തിൽ. അതിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉടനെ അതിനെ സ്വാഗതം ചെയ്യുന്നത്. അതിനെ പോസിറ്റീവായിട്ടാണോ കാണുന്നത്? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ മാത്രമല്ലല്ലോ. ഈ ഇന്ത്യൻ ജനതയുടെ മുഴുവൻ പ്രതിനിധികളാണ് അവിടെ ഉള്ളത്, പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും. അപ്പോൾ രണ്ടു കൂട്ടരും കൃത്യമായ രീതിയിൽ പഠിച്ചിട്ട് ഈ ജനത്തിന്റെ വെൽഫെയറിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കണം. എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും ഇതിനകത്തൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികളൊക്കെ അല്ലെങ്കിൽ ഇതിനെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം നമുക്കറിയത്തില്ലല്ലോ, കാരണം നമ്മൾ ഓരോ പാർട്ടികൾക്കും അവരവരുടേതായിട്ടുള്ള അവരുടെ മേലുള്ള സമ്മർദ്ദങ്ങൾ കാണും, രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങൾ കാണും. പക്ഷെ അതെന്ത് തന്നെ ആയിരുന്നാലും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് ഇത് നീതിയുടെ പ്രശ്നമാണ്, മതേതരത്വത്തിന്റെ പരീക്ഷയാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു മതേതരത്വത്തിന്റെ വിഷയമുണ്ട്, ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷന്റെ വിഷയമുണ്ട്, ജനത്തിന്റെ മൗലിക അവകാശങ്ങളുടെ വിഷയമുണ്ട്. ദീപികയിൽ ലേഖനം ഉണ്ടായിരുന്നല്ലോ. അതെ, ദീപിക തീർച്ചയായിട്ടും വിഷയങ്ങൾ പഠിച്ചിട്ട് കൃത്യമായിട്ടുള്ള നിലപാടുകൾ, സഭയുടെ തന്നെ നിലപാടുകളാണ് ദീപികയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്.